എന്തെന്നല്ല കാണിച്ചു കൂട്ടി മൊത്തത്തിൽ ഇങ്ങോട്ട് തകർന്നടിഞ്ഞു. നിങ്ങളുടെ ടീമിന്റെ ദൗർബല്യങ്ങൾ മൊത്തം ഇന്നലത്തെ കളിയോട് കൂടി എല്ലാവർക്കും മനസ്സിലായി. ഒരു മധുരം തന്നാണ്. എന്ത് ഞങ്ങള് പുറത്തായിട്ടില്ല. ഇങ്ങക്ക് ആദ്യം തന്നെ ഫൈനലിൽ കയറാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. അത് ഞങ്ങള് വേണ്ട, അത് ഇങ്ങക്ക് ഒരു മധുരം തന്ന് നിങ്ങളെ സന്തോഷിപ്പിച്ചു. ഞങ്ങൾക്ക് എന്ത് മാത്രേ ഉള്ളൂ. ഞങ്ങൾ കളിച്ച് ജയിച്ചു. അപ്പൊ പിന്നെ മധുരം അതാണ് സന്തോഷം എന്നൊക്കെ പറഞ്ഞു ഉരുള. ഒരു 130 ഞങ്ങൾ ഓൾ ഔട്ട് ആയിക്കൂടെ, പറ്റിയില്ലല്ലോ. ആ കമ്മിൻസിന്റെ കളി കണ്ടില്ലെങ്കിൽ എന്താ, അതാണ് അല്ല കമ്മിൻസ് എടുത്തത് മൂപ്പര് കൊടുത്തും ചെയ്തത്. അത് നോക്കണ്ട, ഫസ്റ്റ് കമ്മിൻസിന്റെ ആദ്യ ഓവറിൽ 20 റണ്ണ് പോയത് ഈ കാര്യങ്ങൾ ഈ പറഞ്ഞത്. അത് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അടിച്ച് ടോപ്പ് എഡ്ജ് കൊണ്ട് കീപ്പർ മേലക്കൂടി 4, കാലിലുണ്ട് ലെഗ് ബൈ 4. ഇതൊക്കെയാണ് ആ 20 റണ്ണിലുള്ളത്. നിങ്ങൾ അത് മാത്രം നോക്കിയാണ്ട് റണ്ണ് പോയി എന്ന് പറഞ്ഞാൽ എങ്ങനെ? അപ്പൊ നിങ്ങളെ സ്റ്റാർക്ക് ഇത്രയും കാലം 11ന്റെ മേലെയാണ് ഓന്റെ ഇക്കണോമി. എന്നിട്ട് ഇന്നലത്തെ കളിയിൽ ഇങ്ങോട്ട് കളിച്ചെന്ന് പറഞ്ഞാണ്ട് 25 കോടി മുതലായോ 25 കോടി എന്നാ പിന്നെ നിങ്ങൾക്ക് പ്ലേ ഓഫിൽ മാത്രം ഓനെ ഇറക്കിയാ പോരെ. അല്ല ഞങ്ങൾ ഇന്നലെ വലിയ മോശമൊന്നും ഇല്ലല്ലോ. നിർണായക ഘട്ടങ്ങളിൽ തിളങ്ങാൻ നിർണായക ഘട്ടത്തിൽ മാത്രം ഇറക്കിയാ പോരെ. പറഞ്ഞു കേട്ടാ ഇതുവരെ അടി കിട്ടിയൊക്കെ മാഞ്ഞു പോയി. ട്രാവിസ് ഹെഡിന്റെ കുറ്റിയാണ് തീർച്ചു, ഷഹബാസിന്റെ കുറ്റിയാണ്. അതിപ്പോ ഇവൻ തന്നെ പറയണേ, ഈ മറ്റേ സ്റ്റാർക്ക് തന്നെ കളി എന്നിട്ട് പറഞ്ഞ് അതൊരു ലെക്കാണ് ട്രാവിസ് ഹെഡിന്റെ കുറ്റി പോയത്. അതിപ്പോ എല്ലാ ദിവസവും സംഭവിക്കണല്ല, ആ ഒരു ലെക്കാണ് ഊപ്പർ പറയാണ്. മറ്റേ മാൻ ഓഫ് ദി മാച്ച് വാങ്ങിയാണ്ട്. എന്നിട്ട് അതിന്റെ പുറത്ത് എല്ലാവർക്കും മനസ്സിലായല്ലോ എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു വിക്കറ്റ് ഊപ്പർ തന്നെ അത് സമ്മതിക്കണേ. നിങ്ങളെ മൊത്തം വിക്കറ്റ് ഞങ്ങൾ എടുത്തില്ലേ? അത് നിങ്ങൾ ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത് എന്തുകൊണ്ടാണ്? നിങ്ങൾ കരുതി 250 പയമാതിരി 250 260 അടിച്ചായിരുന്നു. KKR നടക്കൂല, നടക്കൂല. സ്റ്റാർക്ക് മുതല് എല്ലാ ബൗളർമാരും സൂപ്പർ ആയിട്ട് ബൗളർ എറിഞ്ഞു. വളരെ ചെറിയ ഒരു ഭാഗ്യോ ഈ ഇന്നലെ ട്രാവിസ് നല്ല ദിവസമല്ലായിരുന്നു. ബാറ്റ് ചെയ്തപ്പോ അതാണ് പറഞ്ഞിരുന്നേ. പിന്നെ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് പിന്നെ മൂപ്പര് എറിഞ്ഞപ്പോ കുറച്ച് അടിയും കിട്ടി. ഇന്നലെ ഹെഡിന്റെ ദിവസം ഇരുന്നില്ല അത്ര തന്നെ. അതായത് അവസാനമായി കളിച്ച 2 മത്സരങ്ങൾ മൂപ്പര് ഡക്കാണ്. അടുത്ത കളി നല്ല കിട്ടും. മൂപ്പരിത് കഴിഞ്ഞിക്കണ്. അത് വേറെ കാര്യം. അഭിഷേക് ശർമ്മന്റെ ഇന്നലെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ 2 താരങ്ങളെ സ്റ്റാർക്കിന് അഭിഷേകിനെ എടുത്ത് തങ്ങൾ ഇത് കഴിഞ്ഞു എന്നുള്ളത് തെളിഞ്ഞു. ആ ത്രിപാഠി കുറച്ച് തൊയഞ്ഞോണ്ട് നിങ്ങൾക്ക് റണ്ണ് കിട്ടിയെന്നല്ലെങ്കിൽ 100ന്റെ ഉള്ളിൽ നിങ്ങൾ തീരുമാനമായിരുന്നു. എന്നിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടി റണ്ണൌട്ടും അതും ഇതും. നിങ്ങളെ ടീമിന്റെ ദൗർബല്യങ്ങൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ടീം ഒന്നിനും പറ്റില്ല എന്നുള്ളത് നിലത്തോടുകൂടി തെളിഞ്ഞു. പിന്നെ ഞങ്ങളെ ചെക്കന്മാരെ അടി ബന്ധുവിനും പോയാലൊക്കെ തെച്ചു. ഗുർബാസ് മുതൽ ബാക്കിയുള്ള ശ്രേയസ് അയ്യറും വെങ്കടേഷ് അയ്യറും അജാദ്യ അടിയാണ്. ഒരു 10-14 ഓവർ ആയപ്പോൾ കളിയാണ് തീർത്തു. എന്തായാലും ഹെഡിനെ സ്റ്റാർക്ക് എടുത്ത കാര്യമില്ല ഇപ്പൊ പറഞ്ഞേ. അത് പറഞ്ഞു തന്നപ്പോ സ്റ്റാർക്കിനെ അഭിഷേക് എടുത്തെന്ന് പറഞ്ഞിരിക്കണേ. അതെന്താ അറിയോ? അനക്കറിയാം ഞങ്ങളെ ടീമിന്റെ എല്ലാം ഹെഡാണ്, ഒരു വട്ടം കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇനി അത് പറയണ്ടെന്ന് വിചാരിച്ചാണ് മാറ്റി പറഞ്ഞല്ലേ. എന്തോ ഭാഗ്യത്തിന് വിക്കറ്റ് കിട്ടി. അങ്ങനെ ഭാഗ്യത്തിനല്ല, ഞങ്ങൾ എന്ന് പറഞ്ഞാല് കൃത്യമായ പ്ലാനിങ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ ബാറ്റിംഗ് എടുത്താലും നിങ്ങൾ ബോളിംഗ് എടുത്താലും എന്താ ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ പ്ലാനിങ് ഞങ്ങൾക്ക് ഉണ്ട്. ഞങ്ങളെ പ്ലാനിങ് മൊത്തം അവിടെ വർക്ക്ഔട്ട്. ഞങ്ങളെ പ്ലാനിങ് മൊത്തം വർക്ക്ഔട്ട്. ഞങ്ങളെ ഗംഭീർ മാത്രമല്ല എല്ലാവരും ഉണ്ട്. ക്യാപ്റ്റനോട് ശ്രേയസ് അയ്യർ ഉണ്ട്. വലിയൊരു സന്തോഷം. നിങ്ങൾ ഗംഭീർ മാത്രമല്ല എന്ന് ഉച്ചെങ്കിലും പറഞ്ഞല്ലോ. മൊത്തം ഗംഭീറാണ് ടീമിനെ എത്തിച്ചത് എന്നുള്ളത്. അവിടെ നിങ്ങൾക്ക് ഒരു ഹെഡ് കോച്ച് അവിടെ ഇല്ലേ? ആ ചെങ്ങായി ചന്ദ്രകാന്ത് പണ്ഡിറ്റ് ഓന്റെ വർത്താനങ്ങൾ ആരെങ്കിലും പറയണ്ട. ആകെ ഗംഭീറാണ് ഇപ്പൊ കൂടി ടീമിനെ എത്തിച്ചത്. ഞങ്ങളൊരു വർത്താനം അല്ല ഞങ്ങൾ നിങ്ങൾക്ക് പണ്ഡിറ്റ് അത് നിങ്ങളെ കോച്ചല്ലേ? ഒഴിവാക്കിയോ? ഞങ്ങൾ ഫൈനലിൽ എത്തിയില്ലേ? അതിന്റെ കാര്യം ഇപ്പൊ ഗംഭീറായിക്കാരം ഫൈനലിൽ എത്തിച്ച ടീം. ഞങ്ങളുടെ ടീം വർക്കാണ്. ബാറ്റ്സ്മാൻമാർ കളിക്കും. പിന്നെ അത് പറയാം. ഇതിപ്പോ ഇന്നലെ മൊത്തം പോസ്റ്റും കാര്യങ്ങളും ഗംഭീർ. അവിടെ കോച്ച് വേറെ ആൾക്കാരാണ്. കോച്ച് വേറെ ആളാണ്. അയാളെ പേരെങ്കിലും ഒരു വട്ടെങ്കിലും ഒന്ന് പറയും. ഗംഭീർ മുൻപും KKRന്റെ നേട്ടങ്ങളിലേക്ക് എത്തിച്ച ഒരു ആളാണ്. അപ്പൊ അത് സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ ഫാൻസ്. അല്ല മെന്റർ ആണോ ഹെഡ് കോച്ച് ആണോ ഇതിൽ പ്രധാന റോള് വഹിച്ചിട്ടുണ്ടാവുക? മെന്റർ ആയിക്കാണ്ട് ഇപ്പൊ തിരിച്ചു വന്നു. നല്ല നിലയിൽ ടീം എത്തിച്ചു. അപ്പൊ ബാക്കിയുള്ളവർക്ക് ചെറിയൊരു ദേഷ്യം അസൂയൊക്കെ ഉണ്ടാകും. മൂപ്പരോട് പ്രത്യേകിച്ച് ദേഷ്യമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോച്ച് സ്ഥാനത്തേക്ക് മൂപ്പര് പരിഗണിച്ചത് വെറുതെ അല്ല. മൂപ്പരം മികവ് നമ്മളെ കിങ് ഒക്കെ അവിടെ ഉണ്ടാവുമ്പോഴേ കോച്ചായിട്ട് ഗംഭീറിന്റെ നെഞ്ചത്തേക്ക് കയറണ്ട. നിങ്ങളെ അന്തസ്സായി ഇന്നലെ തോറ്റിയാണ്. നിങ്ങളെ പാറ്റ് കമ്മിൻസ് വലിയ ചാമ്പ്യനല്ലോ. എന്നിട്ട് എന്താ ഉണ്ടാക്കി? നിങ്ങളെ ട്രാവിസ് ഹെഡ് ഓസീസിനല്ലോ കണ്ടോളി. അടുത്ത ഫൈനലിൽ നമ്മൾ തന്നെ പകരം വീട്ടാണ്ട് നിങ്ങൾ ഫൈനലിൽ വരണം. അതാണ് ഞങ്ങൾ ആഗ്രഹം. കാരണം ഇത്രയും സുന്ദരമായിട്ട് എളുപ്പത്തിൽ ജയിക്കാൻ കഴിയുന്ന ടീം വേറെ അല്ല. നിങ്ങൾക്കെതിരെ എങ്ങനെ കളിച്ചാലും ഞങ്ങൾ ജയിക്കും. അത് വേറെ കാര്യം. അത് ഇന്നലത്തോടുകൂടി തെളിഞ്ഞും ചെയ്തു. നിങ്ങൾ ഫൈനലിൽ വരി. ഫൈനലിൽ ഞങ്ങൾ ഒരു 1.5 തോൽവി തരാം. കപ്പ് ഞങ്ങൾ എടുത്തുണ്ടാവും. ഇടങ്ങാളുണ്ടാവും.